ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ കീറായിട്ടാണ് വന്നിട്ടുള്ളത്. അവൽ വെച്ച് പായസം തന്നെ പറയാം, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളെ പാൽ പായസത്തിലേറെയും പാലടയിലേറെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പാലടയാണെന്നൊക്കെ തോന്നിപ്പോവും, അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മൾ അവൽ വെച്ച് പായസം. ഇതിന് അവൽ ഗീറാണെന്ന് പറയാം. അപ്പോൾ ദാ ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള അവൽക്കീർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. കൂടാതെ എൻ്റെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പോളം അവലാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പിൻ്റെ അളവിലുള്ള മെഷർമെൻറ്റാണ് കേട്ടോ പറയുന്നത്. നിങ്ങളതിലും കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റൊക്കെ കൂട്ടി കൊടുക്കുക. ഇപ്പോൾ ദാ ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പോളം അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവലെ നമ്മൾ ഒരു 2-3 മിനിറ്റോളം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഇതാ അവലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മുഴുവനായിട്ട് തന്നെ മുകൾ വരെ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഒരു 3 മിനിറ്റിന് ശേഷം നന്നായി കഴുകി കുതിർന്നതിന് ശേഷം കഴുകി വെള്ളം ഊറ്റി കളഞ്ഞെടുക്കണം. അപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ വെള്ളം ഒന്ന് മാറ്റി കഴുകിയെടുക്കുകയാണ്. അതിനുശേഷം ഒരു മിൽക്ക് സോസ് പാനിൽ ഇത് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നന്നായി മെൽട്ടായി വരണം. 1-1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ നെയ്യ് മെൽട്ടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് ബ്രൗൺ നിറമാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉണക്കമുന്തിരിയില്ലേ, അതന്നെ. അപ്പോൾ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതങ്ങ് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കരിഞ്ഞാൽ നമ്മളെ അവൽ പായസം ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം മൂപ്പിച്ചതൊന്ന് വേറെ ബൗളിലേക്ക് മാറ്റി ഒരു പാനിലേക്ക് തന്നെ 200 ml പാലൊഴിച്ച് കൊടുക്കാം. 200-250 ml ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 200 ml പാലൊഴിച്ചതിന് ശേഷം ഒരു 50 ml തിളച്ച വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള പാലാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റാം. ലോ ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അവലില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കണം. അവൽ ചേർത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് പാലും നമ്മൾ അവലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളക്ക വന്ന് ആകുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇപ്പോൾ നമ്മളെ പാലടയൊക്കെ ഉണ്ടാവില്ലേ, ബ്രൗൺ കളറിൽ അങ്ങനെയാവും. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3-3.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർത്ത് ഒരു 3.5 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ, മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പാലും
അപ്പോൾ ആ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെയാവും. ഇപ്പോൾ ദാ മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തീ കൂട്ടി ഒരിക്കലും ഇത് മിക്സ് ചെയ്തെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഇതാ ഈ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഈ പാലും അവലെല്ലാം കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുറുക്കി വരാൻ. അപ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 10 മിനിറ്റോളം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇത്രയും കുറുകി വരുമ്പോൾ നമ്മുടെ അവൽ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതങ്ങ് തീ ഓഫ് ചെയ്ത് നമ്മളെ സെർവിങ് ബോളിലേക്ക് അങ്ങ് മാറ്റാം. ഇത് തണുപ്പിച്ച് വേണമെങ്കിൽ വിളമ്പാം, അല്ല ചൂടോടെ വിളമ്പണമെങ്കിൽ അങ്ങനെ വിളമ്പാം. രണ്ടും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. ഞാനൊരു കപ്പിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. ഇതിലേക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസില്ലേ അതും കൂടി ഇതിന് മുകളിലേക്ക് നെയ്യും കൂടി അതിൽ നിന്ന് ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തയോ ഒക്കെ മുകളിലൊന്ന് വിതറി കൊടുക്കുക കേട്ടോ. കൂടാതെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ കൂടി ഇതിലേക്ക് മുകളിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും നമ്മുടെ കുങ്കുമപ്പൂവും കൂടി ഇല്ലേ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അലങ്കരിച്ച് വിളമ്പാം. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. എന്താ സാഫ്രോണില്ലേ നമ്മളെ കുങ്കുമപ്പൂ അതും കൂടി ലാസ്റ്റ് ഒരു 3-4 അല്ലിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്താൽ നമ്മുടെ അവൽക്ക് റെഡി. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരെയും സൈനിങ് ഔട്ട് അസ്നാ സക്കീർ.